ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ലൂസിഫർ ചർച്ചിൻ്റെ അവിടെ ചെന്നിട്ട് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നമ്മൾ അവസാനിപ്പിച്ച വീഡിയോയുടെ കണ്ടിന്യൂറ്റി തന്നെയാണ് ഈ വീഡിയോ. ഈ യാത്ര എന്ന് പറയുന്നത് ഏറെ ആരും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു ഉൾനാടൻ ഇടുക്കിയിലെ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് എവിടെയാണ്, എന്താണ് അവിടുത്തെ കാഴ്ച എന്നൊക്കെ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വഴിയിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പ്രകൃതി രമണീയമായ തേയിലക്കാടുകൾക്കിടയിൽ നല്ല നീലാകാശത്തിന് ചുവട്ടിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമൽ നീരദിനെയും ടീമിനെയൊക്കെ കണ്ടു, അവരുടെ വീഡിയോ കണ്ടു. അപ്പം ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി ചാനലിലുണ്ടെന്ന് കണ്ടോളൂ. അപ്പം അവരുമായിട്ടുള്ള നമ്മുടെ കൂടിക്കാഴ്ചകളൊക്കെ ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, കാഴ്ചകളുടെ ഒപ്പം കൂടുക. തരുന്ന സപ്പോർട്ടിനെല്ലാം നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറയുന്നത് നമുക്ക് കാഴ്ചകൾ. നമ്മൾ ഈ റോഡ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇത് ഏലപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഉപ്പുതറയ്ക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ഭാഗമേ ഇതുപോലെ കിടക്കുന്നുള്ളൂ. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ടാറിങ് ഇല്ലാതെ കിടക്കുന്ന അത്യാവശ്യം ഓഫ് റോഡൊക്കെ ആയിട്ട് കിടക്കുന്ന വഴിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഏതായാലും ചെയ്തിരിക്കുന്നിടത്തോളം ഒരു 18 കിലോമീറ്ററോളം നല്ല രീതി, ഒരു 14 കിലോമീറ്ററോളം നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു യാത്രയ്ക്ക് നല്ല സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ വഴി ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു ഓഫ് റോഡൊക്കെ കയറിയാണ് നമ്മൾ ലൂസിഫർ ചർച്ചിലേക്ക് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഈ റോഡ് വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. അതായത് നമ്മുടെ ലോണ്ടറി എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാമപ്രദേശമാണത്. അപ്പം ആ ഗ്രാമപ്രദേശത്തിലെ കാഴ്ചകൾ ഞാൻ ഒരുപാട് നാളുകളായിട്ട് പോയി കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്ന നടക്കാതിരുന്നതാണ്. അപ്പം ഇന്ന് ആ കാഴ്ച നമുക്ക് എന്തായാലും കവർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പം ഒരു ഗ്രാമപ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ എത്രമാത്രം അതിനെ നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ചെന്ന് കാണുന്നതിന് മുമ്പ് അതെന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം ഇതുവരെ അത് ആരും എക്സ്പ്ലോർ ചെയ്തതായിട്ട് കാണുന്നില്ല, അറിയുന്നില്ല. നമ്മൾ അത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കാണിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള യാത്രയുടെ ഏകദേശം ഈ ഇടുക്കി മേഖലയൊക്കെ നമ്മൾ ഏറെ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ കാണുന്ന മലനിരകളൊക്കെ കണ്ടു. എത്ര ഭംഗിയേറിയ കാഴ്ചയാണ് കാണുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് വളരെ കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ് ഈ റോഡ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോകളൊക്കെ നമ്മൾ പിന്നെ വാഗാവനം ട്രക്കിങ്ങും പോകണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വാഗാവനം ട്രക്കിങ്ങിന് ഇവിടുന്ന് ഒരു ഡീവിയേഷൻ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോകാം. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ വാഗാവനം ട്രക്കിങ്ങിലേക്ക് തന്നെ പോകും. പക്ഷേ നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന തിരിയേണ്ട സ്ഥലം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ റോഡിൻ്റെ മെയിൻ്റനൻസ് പണിയായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാഗാവനം ട്രക്കിങ് പോകുന്നു. വാഗാവനം ട്രക്കിംഗ് ഇല്ലേ, വനത്തിൽ കൂടെ നടന്നു പോകുന്ന വഴിയില്ലേ, വനത്തിൽ കൂടെ നടന്നു പോകുന്നില്ലേ, അത് ഇതിലേ പോകണം. നമ്മളിനി ഇതിലേ പോകാൻ പറ്റത്തില്ലല്ലേ? അത് മനസ്സിലായി. അല്ല, ഇതിലായിരുന്നു എളുപ്പമായിരുന്നു. ഇപ്പോൾ വേറെ പോയിട്ടില്ല. ഓ യാ.
ഒറ്റമരം ആശ്രമം വരാം. ഒറ്റമരം ആശ്രമം. ഒറ്റമരം. ഒരു ആശ്രമമൊക്കെ അല്ലേ? നേരെ പോയിട്ട് അവിടെ ചോദിച്ചാൽ മതി. അവിടെ അപ്പോൾ നമ്മൾ വാഗാവനം ട്രക്കിങ് ഇന്നത്തെ ദിവസം ഡ്രോപ്പ് ചെയ്തു. കാരണം ഇന്നിനി നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. ഇനി നമ്മൾ ഇവിടുന്ന് ഉപ്പുതറ ചെന്നിട്ട് ഉപ്പുതറയിൽ നിന്ന് ഡീവിയേഷൻ എടുത്ത് പോയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇതിപ്പം നമ്മൾ ഒറ്റമരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെയും കൂടെ കവർ ചെയ്യണമെന്ന് കരുതിക്കൂട്ടിയാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ഒറ്റമരത്തിലേക്കുള്ള ലോണ്ട്രിയിലെ ടിഫോൺ ഫാക്ടറിയുടെ പ്രവർത്തനം നിലച്ച ആ ഫാക്ടറിയുടെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ ഒറ്റമരത്തിലേക്ക് പോകുന്നത്. ഒറ്റമരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരികെ വരാം. ഇന്നത്തെ ദിവസം നമ്മൾ ഈ യാത്ര രാവിലെ തൊട്ടുള്ള യാത്രയിൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല യാത്ര അനുഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊട്ടും ബോറടിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഈ ഹരിതാപവും പച്ചപ്പും നിറങ്ങിയ ഈ പ്രദേശത്തിലുള്ള യാത്ര അനിർവചനീയമാണ്. അത് എല്ലാവരും നേരിട്ട് വന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ വീഡിയോ കാണുമ്പോൾ മാത്രം പോരാ, നമുക്ക് നേരിട്ട് ഇത് കണ്ട് ആസ്വദിക്കുന്നതും കൂടെ ഒരു ശീലമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ലോണ്ട്രി ഒറ്റമരം കാഴ്ചകളിലേക്ക്. കാഴ്ചകളൊക്കെ കാണാൻ വന്നു.
ഫ്രണ്ട്സ്, ഇതാണ് ഒറ്റമരം എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമപ്രദേശം. ഈ ഒറ്റമരം ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകൾ ഞാൻ കൂടുതൽ ആഴത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ പേഴ്സണലി ഇത് ഇമോഷണലായിട്ട് ഒരല്പം ടച്ചുള്ള സ്ഥലമാണ്. അതെന്താണ് എങ്ങനെയാണെന്നൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്കത് പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് തൽക്കാലം. ആരും ക്ഷമിക്കണം. കാരണം ലോണ്ടറി ഒറ്റമരം എന്ന് പറയുമ്പോൾ ഏറെ നാളായിട്ട് ഞാൻ വരാൻ ആഗ്രഹിച്ച സ്ഥലമാണ്. ആഗ്രഹിച്ച സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ എനിക്ക് അവിടെ കൂടുതൽ നേരം നിന്ന് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. കാര്യം അത് പേഴ്സണലാണ്. ആ പേഴ്സണലായിട്ടുള്ളൊരു ഇമോഷണലായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പം ഞാൻ തിരിച്ചു പോയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കുറേ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് തോന്നുന്ന ഈ യാത്രയിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ യാത്രയുടെ തുടർച്ച തന്നെയാണ് ആ അടുത്ത വരുന്ന വീഡിയോയും എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ കാഴ്ചകളും ഒരു കാരണവശാലും ആരും മിസ്സാക്കരുത്. എല്ലാവരും ഈ കാഴ്ചകളെല്ലാം കണ്ട് അഭിപ്രായങ്ങളെല്ലാം കൃത്യമായിട്ട് പറയണം. ഈ ലോണ്ടറി എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൂട്ടിപ്പോയ തകർന്ന് തരിപ്പണമായി കാട് പിടിച്ച് മൂടിക്കിടക്കുന്ന ഒരു ഫാക്ടറി നമുക്ക് കാണാൻ കഴിയും. ആ ഫാക്ടറിയുടെ കാഴ്ചകളൊക്കെ സത്യത്തിൽ നമ്മളെ വേദനിപ്പിക്കും. ഒരു കാലത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സജീവമായിരുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളത് കൊണ്ട് ആ ഫാക്ടറി ഇപ്പോൾ മൊത്തം തകർന്ന് ചില്ലൊക്കെ തകർന്ന് കിടക്കുന്ന, ഇങ്ങനെ ഇടുക്കിയിൽ ഒരുപാട് തേയില ഫാക്ടറികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇവിടുത്തുകാർക്കൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ നമ്മളത് കാണുമ്പോൾ നമുക്കതൊരു ഇമോഷണലായി നമുക്കൊരു വിഷമം തോന്നും. അത് സ്വാഭാവികമാണ്. അപ്പം ആ കാഴ്ചകൾ, ഈ ഫാക്ടറിയുടെ കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഫാക്ടറിക്കകത്തൊന്നും കയറി കാണാൻ കഴിയില്ല. കാരണം അങ്ങോട്ട് കയറാനേ കഴിയില്ല. അവിടെ എല്ലാം കാട് മൂടി കിടക്കുക. അപ്പോൾ ആ വെളിയിൽ നിന്നിട്ടുള്ള അതിൻ്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് കണ്ടിന്യൂ യാത്ര ചെയ്യും. അപ്പോൾ ആ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ വരും. അപ്പം ഊർജ്ജം വലിച്ചു പോയ ഫാക്ടറിയുടെ മുന്നേ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.